ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടൽ അതിരൂക്ഷം. ഇസ്രയേലി നഗരങ്ങൾക്ക് മേൽ ഇറാന്റെ മിസൈൽ വർഷം. ശക്തമായി തിരിച്ചടിച്ച ഇസ്രയേൽ എണ്ണപ്പാടങ്ങൾ തകർത്തു. നാളെ തുടങ്ങുന്ന G7 ഉച്ചകോടിയിൽ സംഘർഷം ചർച്ചയാകും. പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഉച്ചകോടിയിൽ ഇന്ത്യ നിലപാടറിയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കാനഡയിലേക്ക് തിരിക്കും. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്, മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പലയിടത്തും വെള്ളക്കെട്ട്, വ്യാപക കൃഷിനാശം. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്. മലയാളി രഞ്ജിതയുടേതടക്കം DNA ഫലങ്ങൾ ഉടൻ പുറത്തുവരുമെന്ന് പ്രതീക്ഷ. കെനിയയിൽ ബസ് അപകടത്തിൽ മരണപ്പെട്ട 5 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ 8:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. ആര്യൻ ഷൗക്കത്തിനായി പ്രിയങ്ക ഗാന്ധി ഇന്ന് മണ്ഡലത്തിൽ. സ്വരാജിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ വൻനിര. PV അൻവറിനായി യൂസഫ് പത്താന്റെ റോഡ് ഷോയും ഇന്ന്. NDAയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വിഴിഞ്ഞം ഹാർബറിനെ ശ്വാസം മുട്ടിക്കുന്നു. തൊഴിലാളികൾക്ക് പ്രാഥമിക സൗകര്യം പോലുമില്ല. കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത് 72 കോടിയുടെ പ്ലാൻ. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര കണ്ണീർ കടലോരം. സംസ്ഥാനത്ത് നാളികേരത്തിന്റെ വില കുതിച്ചുയരുന്നു. 2 ആഴ്ചയ്ക്കിടെ വെളിച്ചെണ്ണയുടെ വില കൂടിയത് 2 തവണ. 1 ലിറ്ററിന്റെ വില 400 രൂപയ്ക്കടുത്ത്. അമൃത ന്യൂസ് സ്പെഷ്യൽ.